അപ്പോൾ നമുക്കിന്ന് ഹൈഡ്രാ ഫേഷ്യലാണ് നമ്മൾ ക്ലയൻറ്റിന് ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്കിൻ ആദ്യം ചെക്ക് ചെയ്യാണ് നമ്മൾ നോർമലി നോക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ സ്കിൻ ആദ്യം ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്കിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. സ്കിൻ ചെക്ക് ചെയ്തപ്പോൾ ആളുടെ സ്കിന്ന് വന്നിട്ട് കുറച്ച് സെൻസിറ്റീവ് ആണ്. അത്യാവശ്യം നോർമൽ സ്കിന്നാണ്, നോർമൽ ടു കുറച്ച് സെൻസിറ്റീവ് ആണ്. അതിൽ തന്നെ അത്യാവശ്യം ആൾക്ക് പിമ്പിൾസ് പോലെ ചെറിയ ചെറിയ പിരിപിരാന്നുള്ള ചെറിയ പിമ്പിൾസ് വരുന്നുണ്ട്. അലർജിക് പിമ്പിളാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ആ ഒരു കൺസേൺ ആയിരിക്കും ആദ്യം എടുക്കുന്നത്. ഇപ്പോൾ 3 ടൈപ്പായിട്ട് നമുക്ക് സ്കിന്നിനെ തിരിക്കാം. അതായത് ഓയിലി സ്കിന്ന്, നോർമൽ സ്കിന്ന്, അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം സ്കിൻ ടൈപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി അവരുടെ സ്കിൻ കൺസേൺ ആദ്യം നോക്കും. പിമ്പിൾസ് ആണോ അല്ല പിഗ്മെൻറ്റേഷൻ ആണോ, അങ്ങനെയുള്ള കൺസേൺസ് എടുത്തതിന് ശേഷമാണ് ബാക്കി നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരിക്ക് നോർമൽ ടു സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് അതിൻ്റേതായ ഹൈഡ്രാ ഫേഷ്യലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു 4 സ്റ്റെപ്പ് പ്രൊസീജിയറാണ് വരുന്നത്. അതിലാദ്യം വരുന്നതാണ് നമുക്ക് ക്ലെൻസിങ്. ക്ലെൻസിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സ്പ്ലോയിറ്റിംഗ് വരുന്നത്. എക്സ്പ്ലോയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്നതിനാണ് എക്സ്പ്ലോയിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്പ്യൂരിറ്റീസും ഡട്ട്സും ഒക്കെ അത്യാവശ്യം നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അടിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊരു എക്സ്പ്ലോയിറ്റിംഗ് മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എക്സ്ട്രാക്ഷനിലൂടെ മാത്രമേ അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വരുന്നത് ഹൈഡ്രേഷനാണ്. ഹൈഡ്രേഷനാണ് മെയിനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ഹൈഡ്രേഷനാണ് കൊടുക്കുന്നത്. ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു വാട്ടറും സിറവും വെച്ചിട്ട് ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഒരു വൈറ്റനിങ് ഫേഷ്യലോ അങ്ങനത്തെ ഒരു ഫേഷ്യലായിട്ട് നമുക്കിതൊരു പാമ്പറിങ് ഫേഷ്യലായിട്ട് ഒരിക്കലും നമുക്കിതിനെ കണക്കൂട്ടാൻ പറ്റത്തില്ല. ഇതിൽ വരുന്നത് നമുക്ക് ഹൈഡ്രേഷൻ വന്നിട്ട് സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കും. അതുപോലെ തന്നെ നല്ലൊരു ടെക്സ്ചറായിട്ടുള്ള സ്കിന്ന് നമുക്ക് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ക്ലെൻസിങ് പ്രോസസ്സാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യം നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ക്ലെൻസിങ് വരുന്നത്. ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. നോർമലി നമ്മുടെ സ്കിന്നിലുള്ള ഡട്ട്സ് ഒരു മൈൽഡായിട്ടുള്ള ഡട്ട്സ് മാത്രമേ ഇതിൽ റിമൂവ് ആവത്തുള്ളൂ ക്ലെൻസിങ് കൊണ്ട്. അതിനാണ് നമ്മൾ എക്സ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോഴേ മാത്രമേ ഡീപ്പായിട്ട് ഒരു ഡട്ട്സൊക്കെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്കിന്നായതുകൊണ്ട് അത്രയൊന്ന് റിമൂവ് ആയി കിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം സ്കിന്നിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ചൂട് കാലം കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടാൻഡ് ആയിരിക്കും സ്കിന്ന്. ടാൻഡും അതുപോലെ തന്നെ നന്നായിട്ട് ഡട്ട്സും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ട് സ്കിൻ വളരെ മോശമായിട്ടായിരിക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ സ്കിന്ന് ക്ലെൻസിങ് അതൊരു ക്ലീനപ്പ് എങ്കിലും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഈ ഒരു ടൈമിൽ. അധികം ഹീറ്റിംഗ് പ്രോസസ്സൊന്നും ഇല്ലാത്ത ഫേഷ്യൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് പ്രോസസ്സ് വേണം, അത്രയും ഡീപ്പ് ക്ലീനിങ് വേണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ പോലുള്ള ഫേഷ്യൽസ് ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് നമുക്ക് എക്സ്പ്ലോയിറ്റേഷനാണ്. എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് നമ്മളൊരു മൈൽഡായിട്ടുള്ള ഒരു സ്ക്രബാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരിക്കലും ഹൈഡ്രാ ഫേഷ്യലിന് അത്യാവശ്യം തരിയുള്ള സ്ക്രബ്ബേഴ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ചെറിയ മൈൽഡായിട്ടുള്ള ജെൽ ടൈപ്പായിട്ടുള്ള സ്ക്രബ്ബേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓരോരുടെ സ്കിൻ കൺസേൺ അനുസരിച്ചാണ് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്ക്രബാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സ്ക്രബ് ചെറുതായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒരു റോൾ മസാജ് കൊടുത്തതിന് ശേഷമാണ് മെഷീൻ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഹാൻഡ് വെച്ചിട്ട് തന്നെ കുറച്ചൊരു നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് ഒരു റോൾ മസാജ് കൂടെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഇമ്പ്യൂരിറ്റീസ് പോകാനായിട്ട് കുറച്ച് ഹെൽപ്പാവും. ഇതാണ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ. ഇത് സ്ക്രബ്ബറാണ്. ഇത് അത്യാവശ്യം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്ത സ്ക്രബ്ബർ ജസ്റ്റ് ഒന്ന് അതിനെ സ്ക്രാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്.
നോർമലി നമുക്ക് എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാന്നുള്ളൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ നോർമലി നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ടാനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ്. അത് കുറച്ച് അരിപ്പൊടി എടുക്കുക, കുറച്ച് ഹണി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നോർമലി നമുക്ക് തൈര് കിട്ടുമല്ലോ, അത് എന്താ പറയുക, ആ തൈരും കൂടെ കുറച്ച് പുളിക്കാത്ത തൈരായിരിക്കണം, പുളിക്കാത്ത തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് തൈര് മാത്രം ഒന്നിട്ട് പാക്ക് പോലെ 15 മിനിറ്റ് തൈര് മാത്രം ഇടുക. 15 മിനിറ്റ് കഴിഞ്ഞ് റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഒന്ന് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാൻ റിമൂവ് ആയി കുറച്ചുകൂടെ ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് കഴിഞ്ഞു. ഇനി കൊടുക്കുന്നത് അബ്രഷനാണ്. അബ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന മെഷീനാണ് അബ്രഷൻ മെഷീൻ. അപ്പോൾ ഇപ്പോൾ അടുത്ത് അബ്രഷനാണ് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ടോണിങ് ഉണ്ട്. ടോണിങ് ചെയ്തതിന് ശേഷം അബ്രഷൻ കൊടുക്കും. എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോണിങ് ചെയ്യുവാണ്. ടോണിങ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ pH ലെവലൊന്ന് നോർമൽ ആക്കാൻ വേണ്ടി. നമുക്ക് എക്സ്ട്രാക്ഷൻ കഴിയുമ്പോഴത്തേക്ക് പോഴ്സ് കുറച്ച് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിനൊന്ന് ടോണിങ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോണർ യൂസ് ചെയ്യാം. ടോണിങ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് അബ്രഷനാണ് കൊടുക്കുന്നത്. അത് ഈ ഹൈഡ്രാ ഫേഷ്യലിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുക മെറ്റീരിയലാണ് അബ്രഷൻ എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഹൈഡ്രേഷൻ ആവാനും അബ്രഷൻ തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ കുറച്ച് ആഴത്തിൽ പോയിട്ടാണ്, അതായത് സ്കിന്നിൻ്റെ എന്താ പറയുക ലെയേഴ്സിലോട്ട് കടന്നു പോയിട്ടാണ് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഒരിക്കലും നമുക്കൊരു ഫേഷ്യലിലൂടെ, നമുക്ക് ഒരു നോർമൽ ഫേഷ്യലിലൂടെ ഒരിക്കലും നമുക്ക് ആ ഒരു ക്ലീനിങ് നമുക്ക് കിട്ടത്തില്ല. ഹൈഡ്രാ ഫേഷ്യലിലൂടെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ആണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ അബ്രഷനിലൂടെ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് ഡീപ്പായിട്ടുള്ള ക്ലെൻസിങ് ആണ് നമ്മൾ അബ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നോർമൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ക്ലെൻസിങ് കിട്ടത്തില്ല. അപ്പോൾ ഉള്ളിലോട്ട് കുറച്ച് കടന്നു പോയിട്ട് ക്ലീൻ ചെയ്യുകയാണ് ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്കിന്നിൽ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു എന്താ പറയുക ഒരു മുള്ളു കുത്തുന്ന ഒരു ഫീല് നമുക്ക് ഫീൽ ചെയ്യും. അത് വേറൊന്നുമല്ല, അത്രയും ആഴത്തിൽ അത് പോയിട്ടാണ് വാട്ടർ വെച്ചിട്ട് തന്നെയാണ് അത് ക്ലീൻ ചെയ്യുന്നത്. ഞങ്ങളൊരു സിറം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു സിറം കൂടെ ഇൻഫ്യൂസ് ചെയ്താണ് കൊടുക്കുന്നത്. അബ്രഷൻ കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ ടോണിങ് ചെയ്യുവാണ്. കാരണം അത്യാവശ്യം ആ സ്കിൻ ടെക്സ്ചറിൽ നമ്മൾ എന്ത് കൊടുത്തിരുന്നാലും ടോണിങ് കൊടുക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ലതായിരിക്കും സ്കിന്നിന്. ടോണിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സ്കിന്നിൽ ആളുടെ സ്കിൻ ടൈപ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് സെൻസിറ്റീവ് ആണ്. ആൾക്ക് അത്യാവശ്യം അലർജിക് പിമ്പിൾ പോലത്തെ, അലർജി കുരുക്കൾ പോലത്തെ ചെറിയ പിരിപിരാന്നുള്ള കുരുക്കളുണ്ട്. അപ്പോൾ അതും കൂടെ കണക്കാക്കിയാണ്, ഇപ്പോൾ ടാനും അതും കൂടെ കണക്കാക്കിയാണ് ഞാൻ ജെൽ എടുത്തിട്ടുള്ളത്. ആ ജെല്ലിനെ നമുക്കൊന്ന് എന്താ പറയുക കുറച്ചുകൂടെ നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അത്യാവശ്യം ഫാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഫേസ് ആണെങ്കിൽ ഈ ഒരു മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും സ്കിന്നിൽ.
സ്കിന്നുകാർക്കും ഓരോ ടൈമിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ നോക്കിയിട്ടാണ് ഓരോ മെഷീൻസും എത്ര ടൈം കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഇപ്പം മിക്കവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഐയുടെ ചുറ്റുമുള്ള ഡാർക്ക്നെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത് നമ്മളൊരു ജെൽ യൂസ് ചെയ്ത് ഐക്ക് വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണ് അടുത്ത് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഐയുടെ ചുറ്റും ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അണ്ടർ ഐ ഡാർക്ക്നെസ്. കാരണം കമ്പ്യൂട്ടർ യൂസേജ്, ഫോൺ യൂസിങ്, പിന്നെ നൈറ്റ് ഉറക്കമില്ലായ്മ, ഇതൊക്കെ കൊണ്ട് നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോ നീരെടുത്തിട്ട് അതിൽ കുറച്ച് നമ്മുടെ തേന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് പോലെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കുംബറിൻ്റെ എന്താ പറയുക, അത് കട്ട് ചെയ്ത് വെക്കുന്നതും ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമുക്കിത് കഴിഞ്ഞതിന് ശേഷം അടുത്ത LED മാസ്ക് ആണ് കൊടുക്കുന്നത്. അതെന്ന് വെച്ചാൽ ലൈറ്റ് തെറാപ്പി എന്നാണ് നമ്മൾ പറയുന്നത്. ലൈറ്റ് തെറാപ്പി ഓരോ സ്കിന്നിനനുസരിച്ച്, അത് പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ്, പിന്നെ അത്യാവശ്യം പിമ്പിൾ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ റെഡ് ലൈറ്റ്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. റെഡ് ലൈറ്റും കൊടുക്കാറുണ്ട്, ബ്ലൂ ലൈറ്റും കൊടുക്കാറുണ്ട്. റെഡ് ലൈറ്റ് വന്നിട്ട് ആൻറ്റി ഏജിനിങ് കൂടെ, അതായത് സാഗ്നെസ്, പിന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് പോലെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമ്മൾ റെഡ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഹീൽ ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് തെറാപ്പിയാണ്. ആളുടെ സ്കിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സെൻസിറ്റീവ് ആണ്, അത്യാവശ്യം പിമ്പിൾസും ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബ്ലൂ ലൈറ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ്സ് മാത്രം മതിയാവും ബ്ലൂ ലൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളതിന് വേണ്ടിയിട്ടാണ് ഗൂസ് അപ്ലൈ ചെയ്യും ഫേസിൽ. ഗൂസ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് പാക്ക് ഇട്ടു, ഗൂസ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ LED തെറാപ്പി ചെയ്യുന്നത്. നമ്മുടെ ലൈറ്റ് തെറാപ്പി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മുടെ സ്കിന്ന് ലാസ്റ്റത്തെ പ്രൊസീജിയറിലോട്ടാണ് പോകുന്നത്. അതായത് സ്കിന്നിൽ നമ്മളൊന്ന് പ്രിപ്പ് ചെയ്തെടുക്കും. അടുത്ത് നമ്മൾ സ്കിൻ കെയർ ആണ് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ നോർമലി മോയ്സ്ചറൈസിങ്, ടോണർ, മോയ്സ്ചറൈസിങ്, പിന്നെ സൺക്രീം. ആളുടെ സ്കിന്നിന് പറ്റിയൊരു ടോണിങ് ആണ് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ സ്കിൻ കെയറിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സൺക്രീം എന്ന് പറയുന്നത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഏറ്റവും ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആളുടെ സ്കിന്നെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈയും കൂടെയാണ്. അപ്പോൾ ഡ്രൈനെസ് ഉള്ളതുകൊണ്ട് തന്നെ ആളുടെ സ്കിന്നിന് പറ്റുന്ന ഒരു സൺക്രീമാണ്. നമ്മളിപ്പോൾ ഫിക്സ് ഡെർമയുടെ ഒരു സൺക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം സെൻസിറ്റീവുകാർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺക്രീമാണത്. അപ്പോൾ നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടും, പിന്നെ ഒരു ഗ്ലോയി ഫിനിഷ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിമ്പിളും അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ പിമ്പിൾസ് ഉള്ളവർക്കെല്ലാം ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്യാവുന്നതാണ്. നോർമൽ ഫേഷ്യലിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ ഹൈഡ്രാ ഫേഷ്യലാണ്. നോർമൽ ഫേഷ്യൽസ് വന്നിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു എന്താ പറയുക വൈറ്റനിങ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഏരിയയും തരുന്നത്. പക്ഷേ ഹൈഡ്രാ ഫേഷ്യൽ വന്നിട്ട് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് അനുഭവപ്പെടും, നമുക്ക് ഫീൽ ചെയ്യാം, നമുക്ക് അറിയാൻ പറ്റും. അത് ആഫ്റ്റർ കെയറും കൂടെ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും.